എല്ലാവർക്കും നമസ്കാരം. 8ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ 10th ചാപ്റ്ററായ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് സ്ഥിത വൈദ്യുതി എന്നാണ് കേട്ടോ. സ്ഥിത വൈദ്യുതിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് ക്ലാസ് ആണ് കേട്ടോ. അപ്പം ഇതിന്റെ കാര്യങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഇതിന്റെ അഡ്വാൻസ് ലെവലാണ് വരുന്നത്. അപ്പോൾ ഹയർ ക്ലാസ്സുകളിലേക്കുള്ള ബേസ് ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. കാണാതെ പഠിച്ചു പോകല്, മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്ഥിത വൈദ്യുതി. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ഒരു മൊബൈൽ ലാപ്ടോപ്പൊക്കെ റിപ്പയർ ചെയ്യുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ടീച്ചർ കുട്ടികളുമായിട്ട് അയാളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടീച്ചർ, വാട്ട് ആർ ദീസ് ടൈപ്സ് ഓഫ് ഗ്ലൗസ് ഫോർ? ഇവിടെ ഇയാൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. നോർമൽ രീതിയിലുള്ള ഗ്ലൗസ് അല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്ലൗസുകൾ ഉപയോഗിക്കാൻ കാരണം എന്ന് ഇവിടെ കുട്ടികൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ എന്താണ് പറയുന്നത്? ദേ ആർ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ്. ദിസ് ഈസ് ടു അവോയ്ഡ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇത് ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് ആണ്. അതായത് ഇലക്ട്രിസിറ്റി എന്താണ് ഒരു സ്പാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഗ്ലൗസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം എന്താണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ആൻറ്റി സ്റ്റാറ്റിക് ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. നോക്കിയേ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു കുട്ടിയുടെ ഹെയർ അല്ലേ, ഹെയർ ഇങ്ങനെ നിൽക്കുന്ന ഒരു ബലൂൺ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റബ് എ ബലൂൺ ഓൺ ഡ്രൈ ഹെയർ, ബ്രിങ് ഇറ്റ് നിയർ ദ എൻഡ്സ് ഓഫ് ഹെയർ സ്റ്റാൻഡ്സ്. നമ്മളൊരു ബലൂണും എടുത്തിരിക്കുകയാണ്. ഈ ബലൂൺ നമ്മൾ നോർമൽ രീതിയിൽ നമ്മുടെ ഹെയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താണ് ഒന്നും സംഭവിക്കുന്നില്ല, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നത്. അതേസമയം ഈ ബലൂൺ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള, എണ്ണയൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ നമ്മൾ റബ്ബ് ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കാവുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഇതൊക്കെ കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഇങ്ങനെ ബലൂൺ വീർപ്പിച്ചിട്ട് റബ്ബ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മുടിയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്ത് സംഭവിക്കും? എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നത്? ഈ ഹെയർ സ്ട്രാൻഡ്സ് ഉണ്ടല്ലോ, അതായത് മുടിയിഴകളുണ്ടല്ലോ, മുടിയിഴകൾ എങ്ങനെയാണ് ഈ ബലൂണിന്റെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നത് കാണാം. കണ്ടില്ലേ, പൊങ്ങി നിൽക്കുന്നുണ്ടോ? അട്രാക്ട് ചെയ്തിട്ടാണ് പൊങ്ങി നിൽക്കുന്നത്. മനസ്സിലാവുന്നല്ല പറഞ്ഞത്? അപ്പൊ ഹെയർ എന്താണ് ഈ ബലൂണിലേക്ക് അട്രാക്ട് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അതിന് മുന്നേ നമ്മൾ റബ്ബ് ചെയ്യുന്നതിന് മുന്നേ ബലൂൺ കൊണ്ടുവന്നപ്പോൾ ഹെയറിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. റബ്ബ് ചെയ്തതിന് ശേഷം നല്ലോണം റബ്ബ് ചെയ്യണം കേട്ടോ. അത് ഡ്രൈ ഹെയറും ആയിരിക്കണം. ഡ്രൈ ഹെയറിൽ നല്ലോണം റബ്ബ് ചെയ്തതിന് ശേഷം ആ ബലൂൺ നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ നമ്മുടെ മുടിയിഴകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പൊങ്ങി നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ മുടിയിഴകൾ ഈ ബലൂണിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയാം, ആകർഷിക്കുന്നതുകൊണ്ടാണ് അല്ലേ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു എക്സ്പെരിമെന്റ് നോക്കാമേ. അറേഞ്ച് സ്മോൾ പീസ് ഓഫ് ഫോൾഡഡ് പേപ്പർ അറ്റ് ദ ടിപ്പ് ഓഫ് എ പെൻസിൽ. കണ്ടില്ലേ, ചെറിയ കനം കുറഞ്ഞ പേപ്പേഴ്സ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എന്താണ് ഒരു പെൻസിലിന്റെ ടിപ്പിലേക്ക് കൊണ്ടുവരിക. ബ്രിങ് എ പ്ലാസ്റ്റിക് പെൻ നിയർ ദ പീസ് ഓഫ് പേപ്പർ, വാട്ട് ഡു യു ഒബ്സർവ്? ഒരു പ്ലാസ്റ്റിക്കിന്റെ പെന്ന് കേട്ടോ, പ്ലാസ്റ്റിക്കിന്റെ പെന്നായിരിക്കണം. പ്ലാസ്റ്റിക്കിന്റെ പെന്ന് പേപ്പറിന് അങ്ങോട്ട് കൊണ്ടുവരിക. എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുമോ? ഒന്നും പ്രത്യേകിച്ച് ഒന്നും അവിടെ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പേപ്പർ റിമൈൻ സ്റ്റിൽ എന്നൊക്കെ പറയാം അല്ലെ. എന്ത് പറയാം? പേപ്പർ റിമൈൻ സ്റ്റിൽ എന്ന് പറയും. പേപ്പർ അതുപോലെ തന്നെ ഇരിക്കുന്നു. പേപ്പർ റിമൈൻ സ്റ്റിൽ, അതായത് അതുപോലെ തന്നെ ഇരിക്കുന്നു നമുക്ക് പറയാം. മനസ്സിലായല്ലോ? ഇനി നൗ റബ് ദ പെൻ വെൽ ഓൺ ഡ്രൈ ഹെയർ ആൻഡ് ബ്രിങ് ഇറ്റ് നിയർ ദ പേപ്പർ. ഈ പേനയെ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഡ്രൈ ഹെയറിൽ നല്ലോണം റബ്ബ് ചെയ്യുക, എന്നിട്ട് അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്താണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? ഈ പീസ് ഓഫ് പേപ്പർ ഈ പെന്നിലേക്ക് അട്രാക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നല്ലോ? അത് ഇങ്ങനെ പതിയെ പൊങ്ങി ഇതിങ്ങനെ താന്നിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പേപ്പർ ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ പെന്ന് കൊണ്ടുവരുമ്പോൾ അതേ സമയത്ത് റബ്ബ് ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ ഈ പതിയെ ഈ പേപ്പർ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നത് പതിയെ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പതിയെ അട്രാക്ട് ചെയ്യുന്നു, ഈ പേനയിലേക്ക് ഈ പേപ്പർ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്ത് പറയാം? പീസ് ഓഫ് പേപ്പർ അട്രാക്റ്റഡ് ടു ദ പെൻ എന്ന് പറയാം. അട്രാക്റ്റഡ് ടു ദ പെൻ എന്ന് പറയാം കേട്ടോ. അട്രാക്റ്റഡ് ടു ദ പെൻ, ആ പെന്നിന്റെ ഇടയിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്, അതായത് ആകർഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തൊരു എക്സ്പെരിമെന്റ് ഇതാ ഇവിടെ നോക്കുക കേട്ടോ. ടേക്ക് എ വാട്ടർ ഫിൽഡ് കണ്ടെയ്നർ വിത്ത് എ ഹോൾ അറ്റ് ദ ബോട്ടം. ഒരു കണ്ടെയ്നർ എടുക്കുക, അതിൻ്റെ അടിഭാഗത്തൊരു ഒരു ഹോൾ ഇടുക, എന്നിട്ട് വെള്ളം അവിടെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വെള്ളം എന്ത് ചെയ്യും? ഈ ഹോളിൽ കൂടെ വെള്ളം താഴോട്ട് പോരും ഇല്ലേ. നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിൽ കേട്ടോ, ഹോൾഡ് പ്ലാസ്റ്റിക് സ്കെയിൽ നിയർ ദ വാട്ടർ സ്ട്രീം. ഈ വെള്ളം ഒഴുകുന്നതിൻ്റെ അടുത്ത് നമ്മളൊരു പ്ലാസ്റ്റിക് സ്കെയിൽ കൊണ്ടുപോയി വെക്കുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും? ഈ വെള്ളം ഒഴുകുന്നതിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ ഈ സ്കെയിൽ റബ്ബ് ചെയ്യുക, നമ്മുടെ അതുപോലെ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്യുക, എന്നിട്ട് കൊണ്ടുവരിക.
അപ്പൊ കാണാൻ സാധിക്കും ഈ നേരെ വെള്ളം നമുക്കറിയാം, വെള്ളം ഹോളിൽ കൂടെ വെള്ളം നേരെ ആയിരിക്കും പോകുന്നില്ല. റബ്ബ് ചെയ്തതിനു ശേഷം കൊണ്ടുവരുമ്പോൾ അതിന്റെ സ്ട്രീമിന്റെ പാത ഉണ്ടോ, മാറിയിരിക്കുന്നുണ്ടോ? അത് ഈ എന്താണ് സ്കെയിലിനോട് അടുത്ത് വന്നിരിക്കുന്നു ഇല്ല, സ്കെയിലിനോട് അടുത്ത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇപ്പം നമ്മളൊരു 3 എക്സ്പെരിമെന്റ് ചെയ്തു ഇല്ല. അപ്പൊ ഈ 3 എക്സ്പെരിമെന്റിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ 3 കേസിലും എന്താണ് അവിടെ നമ്മൾ റബ്ബ് ചെയ്ത് വന്നപ്പോൾ അല്ലേ, റബ്ബ് ചെയ്ത് വന്നപ്പോൾ അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി. ഇവിടെ ഇന്ന് നോക്കിയേ, ഇവിടെ വാട്ടർ സ്ട്രീമിന് എന്ത് സംഭവിച്ചു? ബെൻ ടുവാർഡ്സ് എ സ്കെയിൽ എന്ന് പറയാം കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ എന്ത് എഴുതാം? വാട്ട് യു ഒബ്സർവ് എന്ന് പറഞ്ഞാൽ ബെൻ ടുവാർഡ്സ് കേട്ടോ, ബെൻസ് ടുവാർഡ്സ് സ്ട്രീം ടുവാർഡ്സ് സ്കെയിൽ എന്ന് പറയാം കേട്ടോ. സ്കെയിലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്നെന്ന് പറയാൻ സാധിക്കും. അപ്പൊ അതിനൊക്കെയുള്ള കാരണം എന്താണ്? നമ്മൾ റബ്ബ് ചെയ്തതിന് മുന്നേ എന്താണ് ഒന്നും സംഭവിക്കുന്നത്, റബ്ബ് ചെയ്തതിനു ശേഷം എന്ത് സംഭവിക്കുന്നു? ഇതിലേക്കൊരു ഒരു ഫോഴ്സ് വരുന്നു, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നു, ഒരു ബലം വരുന്നുണ്ട്. ആ ബലം മൂലമല്ലേ ഇതിങ്ങോട്ട് അടുത്ത് വരുന്നത്? മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ വസ്തുവിലേക്ക് എന്താണ് ഒരു ബലം വരുന്നുണ്ട്, ഒരു ആകർഷണ ബലം. ആ ബലം എന്താണ്? ഒരു ആകർഷണ ബലമാണ് കേട്ടോ, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഇവിടെ വന്നത്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് മൂലമാണ് ഈ വസ്തുക്കൾ ഇതിനോട് ഇങ്ങനെ എന്താണ് അടുത്ത് നിൽക്കാൻ കാരണം. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്, എവിടുന്നാണ് വരുന്നത്, ഏത് രീതിയിലാണ് വരുന്നത്? എല്ലാ വസ്തുക്കളിലുമേക്ക് ഇതുപോലെ തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നുണ്ടോ? അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയേ, വാട്ട് ക്യാൻ യു ഇൻഫോം ഫ്രം ദ ആക്ടിവിറ്റീസ് ഡൺ സോ ഫാർ? നമ്മൾ ഇത്രയും നേരം ആക്ടിവിറ്റീസ് കണ്ടില്ല. അപ്പൊ എന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? എന്ത് ഇൻഫറൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്? അട്രാക്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ? അതായത് റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നു, അതായത് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടാവുന്നു നമുക്ക് പറയാൻ സാധിക്കും അല്ലേ? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരാൻ കാരണം എന്തെന്ന് നമുക്ക് നോക്കാം. അട്രാക്റ്റീവ് ഫോഴ്സ് അതിലേക്ക് വരുന്നുണ്ട്, അതുകൊണ്ടാണത് എന്താണ് നമ്മൾ റബ്ബ് ചെയ്തപ്പോൾ അതിലേക്ക് അടുത്ത് വരാൻ കാരണം. ക്ലിയർ ആയല്ലോ? അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? ഒരു ഇലക്ട്രിസിറ്റി ആണ് അവിടെ വരുന്നത് കേട്ടോ. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം എന്താണെന്നുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, റബ്ബഡ് ഒബ്ജക്ട്സ് ക്യാൻ അട്രാക്ട് അതേഴ്സ് ഇല്ലേ? റബ്ബ് ചെയ്ത ഒബ്ജക്ട്സ് ഇല്ലേ എന്താണ് മറ്റുള്ള വസ്തുക്കളോട് അട്രാക്ട് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഇവിടെ നോക്കി, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നൗ റബ് ദ പെയർസ് ഓഫ് ഒബ്ജക്ട്സ് ഗിവൺ ബിലോ അഗെയിൻസ്റ്റ് ഈച്ച് അതർ. കണ്ടില്ലേ, ടേബിളിൽ കുറച്ച് ഒബ്ജക്ട്സ് കൊടുത്തിട്ടുണ്ട്, അത് പരസ്പരം റബ്ബ് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ടേബിൾ നമുക്കൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. എന്താന്ന് നോക്കിയാൽ ഗ്ലാസ് റോഡും സിൽക്ക് ഉണ്ടല്ലോ, സിൽക്കിന്റെ ക്ലോത്ത്, ഇത് തമ്മിലാണ് റബ്ബ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് റബ്ബ് ചെയ്യുമ്പോൾ? ഒരു ഗ്ലാസ് റോഡും സിൽക്കും കൂടെ റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ്? അട്രാക്ട് സ്മോൾ പീസസ് ഓഫ് പേപ്പർ. ഈ ഗ്ലാസ് റോഡ് സിൽക്കിലേക്ക് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഈ ഗ്ലാസ് റോഡ് നമ്മൾ എന്താണ് ഒരു പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഈ ഗ്ലാസ് റോഡ് പീസ് ഓഫ് പേപ്പറിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്തു. നമ്മൾ മുമ്പേ കണ്ടില്ലേ ബലൂൺ ഹെയറിൽ റബ്ബ് ചെയ്യാന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഗ്ലാസ് റോഡും സിൽക്കും റബ്ബ് ചെയ്തിട്ട് ഈ ഗ്ലാസ് റോഡ് നമ്മളൊരു കുറച്ച് പീസ് ഓഫ് പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ എന്ത് കാണാൻ സാധിക്കും? ഇത് തമ്മിൽ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ആ ഗ്ലാസ് റോഡും പേപ്പറും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഒരു പോളിസ്റ്റർ ക്ലോത്തും സ്റ്റീൽ സ്പൂണും തമ്മിൽ റബ്ബ് ചെയ്യുക. നമ്മുടെ എന്താണ് സ്റ്റീൽ സ്പൂൺ ഒരു കുറച്ച് പീസ് ഓഫ് പേപ്പറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ അട്രാക്ട് ചെയ്യുന്നില്ല എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് അട്രാക്ട് ചെയ്യുന്നില്ല നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായല്ലോ? ഇനി PVC പൈപ്പും പോളിത്തീനും, PVC പൈപ്പ് അറിയാലോ, പോളിത്തീനും ഇതുപോലെ തന്നെ കൊണ്ടുവരുവാണ്, തമ്മി റബ്ബ് ചെയ്ത് എന്നിട്ട് PVC പൈപ്പ് കുറച്ച് പീസ് ഓഫ് പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും അതവിടെ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വേറെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് കണ്ടത്? ബലൂൺ ഇല്ലേ, ബലൂണിന്റെ കേസ് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ അതുകൊണ്ട് എഴുതാം കേട്ടോ. ബലൂണും അതുപോലെ തന്നെ ഇങ്ങനെ ഡ്രൈ ഹെയർ ഇല്ലേ, ബലൂണും ഡ്രൈ ഹെയറും തമ്മിൽ റബ്ബ് ചെയ്തു ഇല്ലേ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കാം ഇല്ല. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പെന്നും ഡ്രൈ ഹെയറും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ എക്സാമ്പിൾ എഴുതുക. അപ്പം അത് തമ്മിൽ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അത് എന്നിട്ട് പീസ് ഓഫ് പേപ്പറിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അട്രാക്ട് ചെയ്യുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പൊ ഈ ടേബിളിൽ നോക്കിയേ, ഒരു കേസിൽ അതായത് ഈ സെക്കൻഡ് കേസിൽ അതായത് പോളിസ്റ്റർ ക്ലോത്തും സ്റ്റീൽ സ്പൂണും കൂടെ റബ്ബ് ചെയ്തപ്പോൾ എന്താണ് അവിടെ പീസ് ഓഫ് പേപ്പറിനെ അട്രാക്ട് ചെയ്യുന്നില്ല. അപ്പം എല്ലാ സിറ്റുവേഷൻസിലും അട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ സിറ്റുവേഷൻസിലും അട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. എല്ലാ ഒബ്ജക്ട്സിനും മറ്റൊന്നിനെ റബ്ബ് ചെയ്യുമ്പോൾ എന്താണ് അട്രാക്ട് ചെയ്യാനുള്ളൊരു പ്രോപ്പർട്ടി അവിടെ ഇല്ല, അല്ല അട്രാക്ട് ചെയ്യാനുള്ളൊരു എബിലിറ്റി അവിടെ ഇല്ല.
ക്ലിയർ ആയല്ലോ. ഡു ഓൾ ഒബ്ജക്ട്സ് ഗെയിൻ ദി എബിലിറ്റി ടു അട്രാക്ട് വെൻ റബ്ഡ്? എല്ലാ ഒബ്ജക്ട്സിനും അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടോ? റബ്ബ് ചെയ്യുമ്പോൾ അട്രാക്ട് ചെയ്യാൻ എബിലിറ്റി ഉണ്ടോ? ഇല്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വെൻ സം പെയേഴ്സ് ഓഫ് ഒബ്ജക്ട്സ് ആർ റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ സം ഓഫ് ദം ഗെയിൻ ദി എബിലിറ്റി ടു അട്രാക്ട് അതർ ഒബ്ജക്ട്സ്. മനസ്സിലായോ? ചില പേയേഴ്സ് ഇല്ല, ചില പേയേഴ്സ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അട്രാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അതിന് വരുന്നത്. പക്ഷെ എല്ലാ പേയേഴ്സും തമ്മിൽ എങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി വരുന്നുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ഇങ്ങനെ അട്രാക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിലേക്കൊരു ഇലക്ട്രിക് ചാർജ് ശേഖരിക്കുകയാണ്. നമ്മൾ റബ്ബ് ചെയ്യുക, ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പം ഈ ഗ്ലാസ് റോഡിലേക്ക് എന്താണ് കുറച്ച് ഇലക്ട്രിക് ചാർജ് അവിടെ ശേഖരിക്കുകയാണ്, അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ PVC പൈപ്പും പോളിത്തീനും തമ്മിൽ അട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ PVC പൈപ്പിലേക്ക് ഒരു ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ കുറച്ച് ഇലക്ട്രിക് ചാർജ് അവിടെ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്, അക്യുമുലേറ്റ് അല്ലെങ്കിൽ കൂടിച്ചേരുവാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുമൂലമാണ് ആ PVC പൈപ്പിന് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവിടെ കിട്ടുന്നത്. അല്ലെങ്കിൽ ഗ്ലാസ് റോഡിന് അല്ലെങ്കിൽ ബലൂൺ ഉണ്ടല്ലോ, ബലൂണും ഡ്രൈ ഹെയറും കൂടെ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ബലൂണിലേക്ക് എന്താണ് ചാർജസ് അവിടെ ശേഖരിക്കുക അല്ലെങ്കിൽ ചാർജസ് അവിടെ അക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുമൂലമാണ് ആ ബലൂണ്, ആ ചാർജസിന് ഇൻഫ്ലുവൻസ് മൂലമാണ് ബലൂണ് മറ്റുള്ള വസ്തുക്കളെ അട്രാക്ട് ചെയ്യാനുള്ള കാരണം. മനസ്സിലായോ? അപ്പം ഇലക്ട്രിക് ചാർജ് ആണ് അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇതാ നോക്കോട്ടോ. ദിസ് എബിലിറ്റി ടു അട്രാക്ട് വെൻ റബ്ഡ് ഈസ് ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്താണ് അട്രാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വരുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ചാർജ് അതിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്, അതായത് ചാർജ് അതിലേക്ക് ശേഖരിക്കുന്നത് കൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ എന്തായിരിക്കാം ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രിക് ചാർജ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, ഒരു ഫണ്ടമെന്റൽ ഫാക്ടറാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് കേട്ടോ. ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ആ ഫണ്ടമെന്റൽ ഫാക്ടർ മൂലം അട്രാക്ഷൻ വരാം അല്ലെങ്കിൽ റിപ്പൽഷനും വരാം. അതുമൂലം എന്തൊക്കെ വരാം? ഒന്നുകിൽ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ആകർഷണം, അല്ലെങ്കിൽ എന്ത് വരാം? വികർഷണം. ഇല്ല, അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വികർഷണം അല്ലേ? തിരിഞ്ഞു പോവുക, അതാണല്ലോ വികർഷണം ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ അട്രാക്ട് ചെയ്യാം, ആകർഷിക്കാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? വികർഷണം ഉണ്ടാവാം. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പൊ ഈ ഇലക്ട്രിക് ചാർജ് നമ്മൾ ജനറലി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന ക്യൂ വെച്ചിട്ടാണ് കേട്ടോ. ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ലെറ്റർ വെച്ചിട്ടാണ് കേട്ടോ. ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക് ചാർജിനെ ജനറലി റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യൂ കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കാം, ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിക് ചാർജ് ഒരു ഫണ്ടമെന്റൽ ഫാക്ടർ ആണ്. അത് അട്രാക്ഷന്, അത് മൂലമാണ്, ആ ഇലക്ട്രിക് ചാർജ് മൂലമാണ്, ഇലക്ട്രിക് ചാർജ് അവിടെ ശേഖരിക്കാന്ന് പറഞ്ഞത് ഇലക്ട്രിക് ചാർജ് മൂലമാണ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഈ ഇലക്ട്രിക് ചാർജ് തന്നെ 2 തരമുണ്ട്. പോസിറ്റീവ് ചാർജ് കേട്ടോ, പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. ഇലക്ട്രിക് ചാർജ് 2 തരത്തിലുണ്ട്. എന്തൊക്കെയാണ്? പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞു റബ്ബ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ എന്താണ്? ഇലക്ട്രിക് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. എല്ലാ സിറ്റുവേഷൻസിലും അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആയല്ലോ? അപ്പം ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അട്രാക്ഷന് അല്ലെങ്കിൽ റിപ്പൽഷന് കാരണമാവുന്ന ഒരു ഫണ്ടമെന്റൽ ഫാക്ടറാണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് ചാർജ് മൂലം അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാകുന്നുണ്ട്. 2 തരത്തിലുള്ള ഇലക്ട്രിക് ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ഇലക്ട്രിക് ചാർജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ക്യൂ വെച്ചിട്ടാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം എല്ലാ വസ്തുക്കളും എല്ലാ സബ്സ്റ്റൻസും ഉണ്ടായിരിക്കുന്നത് എന്താണ്? ആറ്റംസ്. ഇല്ല, അതാ നോക്കോട്ടെ. ഓൾ സബ്സ്റ്റൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് വിച്ച് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എല്ലാ വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് ആറ്റംസ് വെച്ചിട്ടാണ്. ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ഈസ് ഡ്യൂ ടു ദ ചാർജ് ഗെയിൻഡ് ബൈ ദ ആറ്റംസ്. നമ്മൾ പറഞ്ഞില്ല അട്രാക്ട് ചെയ്യുന്നു പറഞ്ഞില്ലേ, അതായത് നമ്മൾ പറഞ്ഞു ഡ്രൈ ഹെയറും ബലൂണും തമ്മിൽ റബ്ബ് ചെയ്യുക അല്ല, ഡ്രൈ ഹെയറും ബലൂണും തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ എന്താണ്? ബലൂണിലേക്ക് എന്താണ്? ഒരു ചാർജ് അവിടെ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അതുമൂലം എന്താണ്? ഇത് തമ്മിൽ എന്താണ്? ഈ ബലൂണും ഹെയറും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പൊ എന്നാൽ ഇവിടെ ചാർജ് ഇവിടെ ലഭിക്കുവാണ് ചെയ്യുന്നത്. ചാർജ് ലഭിക്കുന്ന ഈ ബലൂണിന് ഒരു ചാർജ് ലഭിക്കുന്നതുകൊണ്ടാണല്ലോ അല്ലേ അത് അട്രാക്ട് ചെയ്യാൻ കാരണം. മനസ്സിലാവുന്നുള്ളൂ? നമുക്കറിയാം ഒരു ആറ്റത്തിനെ സംബന്ധിച്ചുള്ള ആറ്റത്തിൽ എന്തൊക്കെയുണ്ട്? സെൻട്രൽ അല്ലേ, പഠിച്ചിട്ടുള്ള കാര്യമാണ്. സെൻട്രൽ എന്താണ്? ആറ്റത്തിന്റെ സെൻട്രൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസും ഉണ്ട്. പറയൂ. പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. ഈ പ്രോട്ടോൺസിനെ ന്യൂട്രോൺസിനെ സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ട്? ഇലക്ട്രോൺസും ഉണ്ട് അല്ലേ? അപ്പം
ഒരാറ്റത്തിലുള്ള മെയിൻ പാർട്ടിക്കിൾസ് എന്തൊക്കെയാണ്? നമുക്കറിയാം പ്രോട്ടോൺസ് ഇല്ലേ. ആറ്റത്തിലുള്ള മെയിൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രോട്ടോൺസ് ഉണ്ട്, പിന്നെന്താണ് ന്യൂട്രോൺസ് ഇല്ലേ. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, പിന്നെന്താണ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് ഒരാറ്റത്തിലുള്ള മെയിൻ എന്താണ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ എന്തൊക്കെയാണുള്ളത്? സെൻറ്റർ എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ആണ് അല്ലേ. സെൻറ്റർ എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിലാണ് എന്തുള്ളത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. ന്യൂക്ലിയസിലാണ് എന്തുള്ളത്? പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. ഈ എന്താണ് ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് അല്ലേ, ഈ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ടാണ് എന്തുള്ളത്? ഇലക്ട്രോൺസ് ഉള്ളത് ഇല്ല. റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്, ഈ ന്യൂക്ലിയസിന് ചുറ്റുമാണ് എന്തുള്ളത്? ഇലക്ട്രോൺസ് ഉള്ളത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇൻസൈഡ് ദ ആറ്റം, ആറ്റത്തിനുള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ മെയിൻ പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം ആർ എന്തൊക്കെയാണുള്ളത്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? കണ്ടു, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ്. കേട്ടോ, എഴുതുക കേട്ടോ. പ്രോട്ടോൺസ് പറഞ്ഞ കാര്യം എന്താണ് കേട്ടോ. പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, പിന്നെ ഇലക്ട്രോൺസ്. ഇത് മൂന്നെണ്ണമാണ് മെയിൻ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സെൻട്രൽ പാർട്ട് ഓഫ് ആൻ ആറ്റം ഈസ് ദ ന്യൂക്ലിയസ്. നമുക്കറിയാം. വാട്ട് ആർ ദ മെയിൻ പാർട്ടിക്കിൾസ് ഇൻ ദ ന്യൂക്ലിയസ്? ന്യൂക്ലിയസിനുള്ള മെയിൻ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രോട്ടോൺസ് ഇല്ലേ. ന്യൂക്ലിയസിനുള്ളിൽ പ്രോട്ടോൺസും അതുപോലെ തന്നെ ന്യൂട്രോൺസും ആണ് ന്യൂക്ലിയസിനുള്ളിലുള്ളത്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഈച്ച് ഓഫ് ദീസ് പാർട്ടിക്കിൾസ്? അപ്പൊ ന്യൂക്ലിയസിനുള്ളിൽ നമുക്കറിയാവുന്നതാണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. അതിന്റെ ചാർജ് എന്താണ്? പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് കേട്ടോ. പോസിറ്റീവ് ആണ് പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നോർമലി +1 എന്നൊക്കെ പറയാം കേട്ടോ. പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ന്യൂട്രോൺസിന്റെ ചാർജ് ഏതാണ്? 0. ന്യൂട്രോൺസ് വെച്ചാൽ ന്യൂട്രൽ ആണ്, 0 ആണ്. ഇലക്ട്രോൺസിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണ്. അതിന് നമുക്ക് വേണമെങ്കിൽ -1 എന്നൊക്കെ പറയാം. നെഗറ്റീവ് എന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ന്യൂട്രോൺസിന്റെ ചാർജ് ഉണ്ടോ? ഇല്ല. ന്യൂട്രൽ. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 കേട്ടോ. 0 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ന്യൂട്രൽ എന്നാണ് കേട്ടോ. അപ്പം വാട്ട് ഇസ് ദ ചാർജ് ഓഫ് ഈച്ച് ഓഫ് ദീസ് പാർട്ടിക്കിൾസ്? പ്രോട്ടോൺസിന്റെ ചാർജ് ഏതാണ്? പോസിറ്റീവ്. ന്യൂട്രോൺസ് ന്യൂട്രൽ ആണ്, അതായത് 0 ആണ്. ഇലക്ട്രോൺസ് ഏതാണ്? നെഗറ്റീവ് ചാർജും ആണ്. ക്ലിയർ ആയല്ലോ. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. നമ്മൾ പറഞ്ഞു അല്ലേ. വാട്ട് ഇസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺസ്? ഇലക്ട്രോണിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവ് ആണ്. അപ്പം ചാർജസ് മനസ്സിലായല്ലോ. പ്രോട്ടോൺസിന്റെ, ന്യൂട്രോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും ചാർജ്. ഇലക്ട്രോൺസിന്റെ ചാർജ് എങ്ങനെയാണ്? പ്രോട്ടോൺസിന്റെ ചാർജിന് ഓപ്പോസിറ്റ് ആണ്. പ്രോട്ടോൺസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആണ് ആർക്കുള്ളത്? ഇലക്ട്രോൺസിനുള്ളത്. ക്ലിയർ ആയല്ലോ. ഇനി ഈ ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ ആറ്റത്തിന്റെ ഉള്ളിൽ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസും പ്രോട്ടോൺസിന്റെ എണ്ണവും കേട്ടോ. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും സെയിം ആണ്. ഇലക്ട്രോൺസിനെ നമ്മൾ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം കേട്ടോ. നിങ്ങൾ ഫുള്ളായിട്ട് എഴുതണം കേട്ടോ. ഞാനിപ്പോൾ ഈ ഇട്ടിട്ട് മേളിലൊരു വരയിട്ട് ഞാൻ ഇലക്ട്രോൺസ് നമ്മൾ സിമ്പിളായിട്ട് എഴുതുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നോക്കിയാൽ ഒരു ആറ്റത്തിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എന്താ അവിടെ സംഭവിക്കുക? നമ്പർ ഓഫ് പ്രോട്ടോൺസ് സപ്പോസ് 2, അതായത് +2 എന്ന് വരാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസും 2 ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? +2 -2 കൊണ്ട് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് ക്യാൻസൽ ചെയ്യും അല്ലേ. അത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ അതിന് ചാർജ് ഉണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഒരു ആറ്റത്തിനുള്ളിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആവുകയാണെന്ന് അത് എന്ത് പറയാം? അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. ഇലക്ട്രിക്കലി എന്താണ്? ന്യൂട്രൽ ആണെന്ന് പറയാം. അതായത് അതിന് ചാർജ് ഉണ്ടോ? ഇല്ല. 0 ആണ്. ആറ്റത്തിന് ചാർജ് ഇല്ല എന്ന് നമുക്ക് പറയാം. എന്താ ഇവിടെ നോക്കിയേ. ഇലക്ട്രോൺസ് ഹാവ് എ ചാർജ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് പ്രോട്ടോൺസ്. ദെയർഫോർ ഇൻ ആൻ ആറ്റം വിത്ത് ആൻ ഈക്വൽ നമ്പർ ഓഫ് ബോത്ത് ദ ചാർജസ് വിൽ ക്യാൻസൽ ഈച്ച് അതർ ഔട്ട്. ന്യൂട്രോൺസ് ഹാവ് ന്യൂട്രോൺസിന് ചാർജ് ഇല്ല. അപ്പോൾ ഒരു ആറ്റത്തിൽ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസും സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസും ആവുകയാണെങ്കിൽ ആറ്റം എന്താണ്? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. അതിന് ചാർജ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ന്യൂട്രോണിന്റെ ചാർജ് നമ്മൾ പറഞ്ഞു എന്താണ്? 0 എന്നും പറഞ്ഞു. ചാർജ് ഒന്നും ഇല്ല. ക്ലിയർ ആയല്ലോ. ഓർക്ക് ആറ്റത്തിനുള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ആണുള്ളത്. സെൻട്രൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ട് ഇല്ലേ. ദെൻ ആ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോൺസ് ഉള്ളത്. പ്രോട്ടോൺസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ന്യൂട്രോണിന് എങ്ങനെയാണ്? ചാർജ് ഇല്ല, 0 ആണ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് സമ്മറൈസ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ പറയാം അല്ലേ. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടോൺസ് ആണ്. ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. ഇലക്ട്രോൺസിനാണ് മൂവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ ഓർബിറ്റ് ആൻഡ് ഹാവ് എ നെഗറ്റീവ് ചാർജും ആണുള്ളത്. ക്ലിയർ ആയല്ലോ. ഇത് അങ്ങനെ ആവുകയാണെങ്കിൽ താഴെ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതാ നോക്കി. സോ ഫൈൻഡ് ദ ചാർജ് ഓഫ് ആൻ ആറ്റം ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ചാർജ്
ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാ നോക്കിയേ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. അപ്പോൾ ഏതാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ എന്താണ് ചാർജ് വരുന്നത്? എന്തായിരിക്കും? ന്യൂട്രൽ ആണെന്ന് പറയാം അല്ലേ, രണ്ടും ഈക്വൽ ആണ്. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് 26 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 24 ആണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ചാർജ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ കൂടുതൽ, അതായത് അതിന് ചാർജ് ഏതായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതൊക്കെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് ഇവിടെ കൂടുതൽ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ കുറവാണ് ഇല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ചാർജ് എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പം ചാർജ് രണ്ട് ഈക്വൽ ചാർജ് ആവുകയാണ്, അതായത് പ്രോട്ടോണിൻ്റെ ഇലക്ട്രോണിൻ്റെ നമ്പർ ഈക്വൽ ആവുകയാണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും. ഇനി നമ്പർ ഓഫ് പ്രോട്ടോൺസും ആണെങ്കിൽ അത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കൂടുതലെങ്കിൽ അവിടെ എന്താണ്? നെഗറ്റീവ് ചാർജും ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ടേബിൾ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടോ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ആൻ ആറ്റം ടു ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ? ഒരു ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവാനുള്ള റീസൺ എന്താണ്? എന്താണ് റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താ നോക്കിയേ, ന്യൂട്രൽ ആകുന്ന റീസൺ എന്താണ്? എന്ത് പറയാം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് അല്ലേ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആവുകയാണെങ്കിൽ എന്താണ്? അത് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. ഇനി വാട്ട് ഈസ് എ ചാർജ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്? ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? വാട്ട് ഈസ് എ ചാർജ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടുതലാണ് പ്രോട്ടോൺസിനേക്കാളും. അപ്പോൾ എന്താണ് അതിന്റെ ചാർജ് എങ്ങനെയായിരിക്കും? ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടുതലാവണമെങ്കിൽ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ശരിയല്ലേ? ഇനി വാട്ട് ഈസ് ദ ചാർജ് ഒബ്റ്റെയിൻഡ് ഇഫ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? പ്രോട്ടോൺസ് ഇല്ലേ, പ്രോട്ടോൺസിന്റെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജിനേക്കാളും കൂടുതലാവുകയാണെങ്കിൽ അതിന്റെ ചാർജ് ഏതായിരിക്കും? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ രണ്ടും ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രൽ ആയിരിക്കും. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളായിരിക്കാം. നമ്പർ ഓഫ് പ്രോട്ടോൺസ് അവിടെ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിളായിരിക്കാം. ക്ലിയർ ആയല്ലോ? അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഹേ ഐ ഗോട്ട് ഇലക്ട്രോൺസ്, ഓ ഐ ലോസ്റ്റ് ഇലക്ട്രോൺസ്. കണ്ടില്ലേ? ഇതാ നോക്കി, ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ഇതുണ്ട്, ഒരു പീസ്, മെറ്റൽ പീസാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇലക്ട്രോൺസിനെ ലോസ്റ്റ് ചെയ്തു, ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി. അപ്പൊ അതിന്റെ ചാർജ് എന്തായിട്ട് മാറി? ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയപ്പോൾ എന്താണ്? അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറി അല്ലേ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറി. ഇനി ഈ ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രോൺസിനെ നേടിയപ്പോൾ അതിന് എന്ത് സംഭവിച്ചു? അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറി. അതിന്റെ ചാർജ് എന്തായിട്ട് മാറി? നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറി. മനസ്സിലായല്ലോ പറഞ്ഞത്? ഇനി ഇവിടെ നോക്കാം. വെൻ റബ്ഡ് സബ്സ്റ്റൻസ് ഗെറ്റ്സ് ചാർജ്ഡ് ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്, ദിസ് ചേഞ്ചസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം. നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സബ്സ്റ്റൻസ് ചാർജ്ഡ് ആവും ഇല്ലേ, ചാർജ്ഡ് ആവും. എന്താണ്? ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുവാണ്. നമ്മൾ റബ്ബ് ചെയ്യുമല്ലേ, റബ്ബ് ചെയ്യുമ്പം അത് എന്താണ്? അത് ചാർജ്ഡ് ആവാൻ കാരണം എന്താണ്? ഇലക്ട്രോൺസിനെ അവിടെ ട്രാൻസ്ഫർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതിൻ്റെ ഒരാറ്റത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് അവിടെ വ്യത്യാസം വരും. റബ്ബ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രോൺസിന് അവിടെ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് അവിടെ എന്താണ്? വ്യത്യാസം വരുവാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ഒരാറ്റം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ, ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? പോസിറ്റീവ്ലി ചാർജ്ഡ് കേട്ടോ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആറ്റം ആയിട്ട് മാറും. ഇനി ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, ഒരാറ്റം ഇലക്ട്രോൺസിനെ നേടുവാണെന്നുണ്ടെങ്കിൽ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് വാങ്ങുവാന്ന് വിചാരിച്ചു, അപ്പം എന്തായിട്ട് മാറും? അത് നെഗറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളായിട്ട് അല്ലെങ്കിൽ ഒരു ആറ്റമായിട്ട് മാറും. മനസ്സിലായല്ലോ പറഞ്ഞത്? അപ്പോൾ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നത് എന്താണ് സംഭവിക്കുക? അത് പോസിറ്റീവ്, അത് ഓർത്തിരിക്കുക കേട്ടോ. ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ട് മാറും. ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ്ലി, ഇലക്ട്രോൺസിനെ കൂടുതൽ നേടുമ്പോൾ എന്താണ്? അതിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിട്ട് മാറും. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ എന്തായിട്ട് മാറും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ആറ്റമായിട്ട് മാറും കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വെൻ ആൻ ആറ്റം ലോസസ് ഇലക്ട്രോൺസ് ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. വെൻ ഇറ്റ് ഗെയിൻ ഇലക്ട്രോൺസ് ഇറ്റ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ക്ലിയർ ആയല്ലോ? ഇത് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതാ ടേബിൾ നോക്കാമേ. ഓക്കെ, കുറച്ച് ഒബ്ജക്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഏതൊക്കെയാണ് ചാർജ്, പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ അവിടെ കിട്ടുന്നതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഗ്ലാസ് റോഡും സിൽക്കും ആണ്. ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ എന്താണ്? റബ്ബ് ചെയ്യുന്നു.
ഉരസുന്നു. അപ്പൊ എന്താണ്? ഗ്ലാസ് റോഡ് ലോസസ് ഇലക്ട്രോൺസ് ഇല്ലേ? ഗ്ലാസ് റോഡ് റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഗ്ലാസ് റോഡ് അവിടെ സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡ് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി ഇല്ലേ? ഗ്ലാസ് റോഡ് ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി. അപ്പം നഷ്ടപ്പെടുത്തുന്ന ആൾക്ക്, ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്ന ആൾക്ക് ഏത് ചാർജ് ആയിട്ട് വരും? പോസിറ്റീവ്. അപ്പം ഗ്ലാസ് റോഡ് പോസിറ്റീവായി. ഇലക്ട്രോൺസ് ആർക്കാണ് കൊടുത്തത്? സിൽക്കിലേക്കാണ് കൊടുത്തത്. അപ്പം സിൽക്ക് അവിടെ നെഗറ്റീവ് ചാർജ് അവിടെ നേടി. അപ്പം സിൽക്കിന്റെ ചാർജ് ഏതാണ്? നെഗറ്റീവാണ്. മനസ്സിലായോ? ഇത് ലോസ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പം ഏതാണ് നഷ്ടപ്പെടുത്തുന്നത്? അതിന് പോസിറ്റീവ് ചാർജും, നേടുന്ന ഏതാണോ അതിന് നെഗറ്റീവ് ചാർജും ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത കേസ് നോക്കിയേ, എബണൈറ്റും വുളൻ ക്ലോത്തും ആണ് കേട്ടോ. എബണൈറ്റും വുളൻ ക്ലോത്തും ആണ്. അപ്പം എബണൈറ്റ് എന്ന് വെച്ചാൽ ഒരു റോഡാണ് കേട്ടോ. then അത് തമ്മിൽ റബ്ബ് ചെയ്യുക. ഇത് നോക്കിയേ, പോസിറ്റീവ് ചാർജ് കിട്ടുന്ന ആർക്കാണ്? വുളൻ ക്ലോത്തിനാണ് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. മനസ്സിലാവുക? നോക്കോട്ടെ, എബണൈറ്റും വൂളൻ ക്ലോത്തും കൂടെ റബ്ബ് ചെയ്തു. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് വൂളൻ ക്ലോത്തിനാണ്. അപ്പോൾ ദാ അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പോസിറ്റീവ് ചാർജ് വൂളൻ ക്ലോത്തിന് കിട്ടി. അപ്പോൾ എബണൈറ്റ് എന്താണ് ചെയ്യുന്നത്? എബണൈറ്റ് അവിടെ ഇലക്ട്രോൺസിനെ നേടുകയല്ലേ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് തമ്മിൽ റബ്ബ് ചെയ്തപ്പോൾ എബണൈറ്റും വുളൻ ക്ലോത്തും കൂടെ, എബണൈറ്റ് കേട്ടോ, എബണൈറ്റും വുളൻ ക്ലോത്തും കൂടെ റബ്ബ് ചെയ്തു. അപ്പോൾ ഇതിനെന്താണ്? വുളൻ ക്ലോത്തിന് അവിടെ പോസിറ്റീവ് ചാർജ് കിട്ടുവാണ് ലഭിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ വുളൻ ക്ലോത്ത് എന്താണ്? പോസിറ്റീവ് ചാർജായി. ഈ എബണൈറ്റിന് എന്താണ് സംഭവിക്കുന്നത്? എബണൈറ്റ് അവിടെ എന്തായിട്ട് മാറുന്നുണ്ട്? എബണൈറ്റ് അവിടെ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ട് ഈ വുളൻ ക്ലോത്തിൽ നിന്ന് ഇലക്ട്രോൺസ് പോകുമ്പോഴല്ലേ ഇത് പോസിറ്റീവ് ചാർജ് ആകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ എബണൈറ്റിന് എന്താണ്? അവിടെ ഇലക്ട്രോൺസ് ലഭിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പം നമുക്ക് എന്തെഴുതാം? എബണൈറ്റ്. എബണൈറ്റ് എന്താണ്? ഗെയിൻ അല്ലേ? ഗെയിൻ ഇലക്ട്രോൺസിനെ അവിടെ നേടി. ഇവിടുന്ന് വുളൻ ക്ലോത്തിൽ നിന്ന് നേടി. അപ്പോൾ വുളൻ ക്ലോത്ത് പോസിറ്റീവ് ആയിട്ടുള്ളതായിട്ട് മാറി. ദെൻ എബണൈറ്റ് റോഡ് എന്തായിട്ട് മാറി? നെഗറ്റീവായിട്ട് മാറി. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി അടുത്ത് നോക്കിയേ, റബ്ബർ ആൻഡ് വുളൻ ക്ലോത്ത്. റബ്ബറും വുളൻ ക്ലോത്തും കൂടെ. അവിടെ നോക്കിയേ, വുളൻ ക്ലോത്ത് ആണ് അവിടെ പോസിറ്റീവായിട്ട് മാറുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റബ്ബർ ഇല്ലേ? റബ്ബറിന് എന്താണ്? റബ്ബർ അവിടെ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയല്ലേ ചെയ്തേ? ഇലക്ട്രോൺസിനെ നേടി അല്ലേ? റബ്ബർ അവിടെ ഇലക്ട്രോൺസിനെ നേടി. അപ്പം എവിടെ നിന്നാണ് നേടിയത്? വുളൻ ക്ലോത്തിൽ നിന്ന്. വുളൻ ക്ലോത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺസ് അവിടെ നഷ്ടപ്പെട്ട് ലോസ് ചെയ്തു. അപ്പോൾ വുളൻ ക്ലോത്ത് പോസിറ്റീവായിട്ട് മാറി. റബ്ബർ അവിടെ എന്തായിട്ട് മാറി? നെഗറ്റീവായിട്ട് മാറി. മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? ലോസ് ഓഫ് ഇലക്ട്രോൺസ്, ഒന്നിൽ നിന്നും ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുവാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് മാറും. ഇതാ ഇവിടെ നോക്കുക, വുളൻ ക്ലോത്ത് പോസിറ്റീവ് ആകാൻ കാരണം എന്താണ്? അതേപോലെ ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തി. ആ ഇലക്ട്രോൺസ് ആര് നേടി? എബണൈറ്റ് നേടി. അപ്പം എബണൈറ്റ് അവിടെ നെഗറ്റീവായിട്ട് മാറി. അപ്പോൾ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അവിടെ കിട്ടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഒബ്ജക്റ്റ് ലോസിങ് ഇലക്ട്രോൺസ്. ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ, ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് പോസിറ്റീവ്ലി ചാർജായിട്ട് മാറും. ഒരു ഒബ്ജക്റ്റ് ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഗെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുകയാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ ഹെയർ സ്റ്റാൻഡ്സിന്റെ കേസിൽ പറഞ്ഞു, അല്ലെങ്കിൽ പേപ്പറും സ്കെയിലും വെച്ചപ്പോൾ എന്താണ്? ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നു. അട്രാക്ഷൻ മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അട്രാക്ഷൻ മാത്രമല്ല അവിടെ സംഭവിക്കുന്നത്, അട്രാക്ഷൻ നടക്കുന്നുണ്ട്, റിപ്പൽഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇല്ല? അപ്പൊ എങ്ങനെയാണ് അട്രാക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് റിപ്പൽഷൻ നടക്കുന്നത് നോക്കാം. അത് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചാർജസിന്റെ സ്വഭാവത്തെ ആട്ടോ. ചാർജസിന്റെ സ്വഭാവമുണ്ട്. ചാർജസിന്റെ സ്വഭാവം നമ്മൾ പറഞ്ഞല്ലോ, ചാർജ് എന്ന് പറഞ്ഞില്ലേ, ചാർജിനെ ക്യൂ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ചാർജ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു, നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ചാർജസിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അവിടെ അട്രാക്ഷൻ ആണോ അല്ലെങ്കിൽ റിപ്പൽഷൻ ആണോ, ആകർഷണമാണോ വികർഷണമാണോ നടക്കുന്നത്. അപ്പൊ അതെന്തൊക്കെയാണ് സ്വഭാവ സവിശേഷതകൾ നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രിക് ചാർജസ്. അതിനൊരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് രണ്ട് ബലൂൺ ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്? ആ ബലൂണിന്റെ ഇടയിൽ ഒരു വൂള് വെച്ചിരിക്കുകയാണ് കേട്ടോ. ബലൂണിന്റെ ഇടയിൽ ഒരു തുണി, അതായത് ഒരു കമ്പിളിയുടെ ഒരു തുണി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് റബ്ബ് ചെയ്തിട്ട് നമ്മൾ ആ തുണി അങ്ങോട്ട് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, ഹാങ് 2 റബ്ബർ ബലൂൺസ് ടച്ചിങ് ഈച്ച് അതർ, റബ് ദം ടുഗദർ വിത്ത് എ പീസ് ഓഫ് വൂൾ ഇൻ ബിറ്റ്വീൻ, റിമൂവ് ദ വൂൾ, ക്യാൻ യു സീ ദ ബലൂൺസ് റിപ്പല്ലിങ് ഈച്ച് അതർ. കണ്ടില്ലേ? ഇത് നമ്മി ബലൂൺ ഇല്ല തൂക്കിയിട്ട് നമ്മി അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലേക്ക് ഒരു വൂള് വെച്ചിട്ട് റബ്ബ് ചെയ്തു. എന്നിട്ട് അത് ഉടനെ മാറ്റി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ബലൂൺ കണ്ടില്ലേ, എന്ത് സംഭവിച്ചു? റിപ്പൽ ചെയ്തു ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. അടുത്തിരുന്ന ബലൂണാണ്, ടച്ച് ചെയ്തിരുന്ന ബലൂണാണ്. അതിൻ്റെ ഇടയിലേക്ക് ഒരു വുളൻ ക്ലോത്ത് വെച്ച് റബ്ബ് ചെയ്തതിന് ശേഷം ആ അല്ലെങ്കിൽ വൂൾ അവിടെ മാറ്റിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് രണ്ട് സൈഡിലേക്ക്, ആ രണ്ട് ബലൂണും രണ്ട് സൈഡിലേക്കും മാറി.
അതെന്താണ് 2 സെല്ലിലേക്ക് മാറിയെന്ന് വെച്ചാൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ റിപ്പൽഷൻ ആണ് സംഭവിച്ചത് അല്ലെ? റിപ്പൽഷൻ ആണ് സംഭവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ്? റിപ്പൽഷൻ ആണ് ഇവിടെ സംഭവിച്ചത്. അപ്പം റിപ്പൽഷൻ സംഭവിക്കാൻ കാരണം എന്താണ്? മൂവ് എപ്പാർട്ട് എന്ന് പറയും. ഇവിടെ എന്താണ് സംഭവിച്ചത്? മൂവ് എപ്പാർട്ട്. മൂവ് എപ്പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? റിപ്പൽഷൻ. എന്താണ് അവിടെ റിപ്പൽഷൻ സംഭവിക്കാൻ കാരണം, അല്ലെങ്കിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കാരണം എന്താണ്? ഈ വൂള് വെച്ച് റബ്ബ് ചെയ്യുമ്പോൾ എന്താണ് ഈ 2 ബലൂണിനും എന്താണ് സംഭവിച്ചത്? 2 ബലൂണും എന്ത് സംഭവിച്ചു? അവിടെ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുവാണ്. എവിടുന്ന്? ഈ വൂളിൽ നിന്ന്. വൂള് വെച്ച് റബ്ബ് ചെയ്യുന്നപ്പോൾ ഈ വൂളിൽ നിന്നും ഇലക്ട്രോൺസിനെ ഇവിടെ നേടി. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? ഈ വൂളിൽ നിന്നും ഇലക്ട്രോൺസിനെ അവിടെ നേടി. ഇലക്ട്രോൺസിനെ നേടിയോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ചാർജ് എന്തായിട്ട് മാറി? നെഗറ്റീവ്. ഇത് രണ്ടും എന്തായിട്ട് മാറി? നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറി. ഈ വൂളിന്റെ ചാർജ് എന്തായിട്ട് പോസിറ്റീവ് അല്ലേ? അപ്പൊ റബ്ബ് ചെയ്തപ്പോൾ ഈ വൂളിൽ നിന്നും ഇലക്ട്രോൺസ് ഈ 2 ബലൂണും നേടി. അപ്പൊ എന്തായിട്ട് മാറി? അതിന് രണ്ടും നെഗറ്റീവ് ചാർജായി. മനസ്സിലായോ? രണ്ടും നെഗറ്റീവ് ചാർജ്, അതായത് ലൈക്ക് ചാർജസ്. രണ്ടും നെഗറ്റീവ് അല്ലേ? രണ്ടും നെഗറ്റീവ് ആവുന്നതിന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ രണ്ടും പോസിറ്റീവ്, രണ്ടും ഒരേ ചാർജ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ലൈക്ക് ചാർജസ് എന്ന് പറയും. ലൈക്ക് ചാർജസ് എന്ന് പറയുമ്പം രണ്ടും സെയിം കേട്ടോ, സെയിം ചാർജ്. നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ലൈക്ക് കേട്ടോ, ലൈക്ക് ചാർജസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? രണ്ടും നെഗറ്റീവ് ചാർജായി. രണ്ടും നെഗറ്റീവ് ചാർജ്, അതായത് ലൈക്ക് ചാർജസ് എന്ന് പറയാം കേട്ടോ. അപ്പം എന്ത് സംഭവിച്ചു? അത് മൂവ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തത് റിപ്പൽഷൻ സംഭവിച്ചു. ക്ലിയർ ആയല്ലോ? അപ്പം ലൈക്ക് ചാർജസ് ആവുകയാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അതർ എന്ന് പറയാം കേട്ടോ. ലൈക്ക് ചാർജസ് എന്താണ്? റിപ്പൽ ഈച്ച് അതർ. ഓർത്തിരിക്കട്ടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. ലൈക്ക് ചാർജസ്, ഒരുപോലെയുള്ള ചാർജസ്, ലൈക്ക് ചാർജസിന് എന്താണ് സംഭവിക്കുന്നത്? റിപ്പൽഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ റിപ്പൽ ഈച്ച് അതർ എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? അതാ ക്വസ്റ്റ്യൻ കണ്ടോ? വാട്ട് ചാർജ് ഡു ബലൂൺസ് ഗെയിൻ വെൻ റബ്ബ്ഡ് വിത്ത് വൂൾ? വൂളുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ബലൂൺസിന് ഏത് ചാർജാണ് കിട്ടുന്നത്? നെഗറ്റീവ് ചാർജ് വന്നു. രണ്ടിനും നെഗറ്റീവ് ചാർജ് വന്നു. അപ്പം എന്താണ്? നെഗറ്റീവ് ചാർജ് വന്നുകൊണ്ടാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തത്, അതായത് റിപ്പൽഷൻ സംഭവിച്ചത്. അപ്പം അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കാം? ലൈക്ക് ചാർജസ് റിപ്പൽ. കണ്ടോ? ലൈക്ക് ചാർജസ് എങ്ങനെയാണ് റിപ്പൽ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്തു. ഓക്കെ ആണല്ലോ? ഇനി അടുത്തൊരു എക്സ്പെരിമെന്റ് നമ്മൾക്കിവിടെ നോക്കാം. അവിടെ നോക്കിയേ, ഒരു പ്ലാസ്റ്റിക് പൈപ്പിൽ എന്താണ് ഒരു വൂളും വെച്ചിട്ടുണ്ട്, ഒരു ബലൂണും വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ റബ്ബ് ചെയ്തപ്പോൾ ആ വൂളിൽ നിന്ന് എന്തായിട്ട് പോസിറ്റീവ് ചാർജ് വന്നു ഇല്ലേ? എന്നാൽ ഒരു ബലൂൺ അവിടെ വെച്ചു കേട്ടോ, ഒരു ബലൂൺ അവിടെ വെച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അതായത് തമ്മിൽ അട്രാക്ഷൻ വന്നത് കണ്ടോ? ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അട്രാക്ഷൻ വന്നതെന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിനാണ് വോളിന് എന്താണ് പോസിറ്റീവ് ചാർജ് ആണ്, ബലൂണിന് എന്താണ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പം രണ്ടും എന്താണ് അൺലൈക്ക് ചാർജസ് അവിടെ വന്നു ഇല്ല? അൺലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും അല്ലേ? അൺലൈക്ക് ചാർജസ് വന്നു, അതായത് ഒന്ന് പോസിറ്റീവും വന്നു, ഒന്ന് നെഗറ്റീവും വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ അട്രാക്ട് ചെയ്തു, അതായത് ആകർഷിച്ചു. വാട്ട് ചാർജ് ഡസ് ദ വൂൾ ഗെയിൻ ആഫ്റ്റർ റബ്ബിങ്? റബ്ബ് ചെയ്തപ്പോൾ വൂളിന് ഏത് ചാർജ് ആണ് വന്നത്? പോസിറ്റീവ് ചാർജ് ആണ് വന്നത് അല്ലേ? വാട്ട് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദ അട്രാക്ഷൻ ബിറ്റ്വീൻ ദം? ഇവിടെ അട്രാക്ഷൻ വരാൻ കാരണം എന്താണ്? അൺലൈക്ക് ചാർജസ് എന്താണ് അട്രാക്ട്. അൺലൈക്ക് ചാർജസ് എങ്ങനെയാണ് അട്രാക്ട് ചെയ്യും? അപ്പോൾ അൺലൈക്ക് ചാർജസ് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആകർഷിക്കും. മനസ്സിലായി? അട്രാക്ഷൻ. അൺലൈക്ക് ചാർജസ് അട്രാക്ഷൻ. ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ലൈക്ക് ചാർജസ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് വന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? റിപ്പൽഷൻ, അതായത് വികർഷണമാണ് അവിടെ സംഭവിക്കുന്നത്. അതേസമയം അൺലൈക്ക് ചാർജസ് വന്നാൽ അവിടെ എന്ത് സംഭവിക്കും? ദാറ്റ് ഈസ് അട്രാക്ഷൻ. ഇവിടെ ആകർഷണമാണ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മനസ്സിലായാലും ഈ 2 പോയിന്റുകൾ. അപ്പോൾ അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ റിപ്പൽഷൻ ആണ് നടക്കുന്നത്, ലൈക്ക് ചാർജസ് ആണെങ്കിൽ അട്രാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ആവുകയാണെങ്കിൽ എന്താ നോക്കിയേ, ഡു ചാർജ്ഡ് ഒബ്ജക്ട്സ് അട്രാക്ട് അൺചാർജ്ഡ് ഒബ്ജക്ട്സ്? ചാർജ്ഡ് ഒബ്ജക്ട്സ് കേട്ടോ, ചാർജ്ഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അൺചാർജ്ഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്യുമോ? നമുക്കറിയാം ചാർജ്ഡ് ആയിട്ടുള്ള പെന്ന് ഇല്ലേ, നമ്മൾ പേപ്പറിന് ചാർജ് ഉണ്ടോ, അല്ലെങ്കിൽ ആ ഹെയറിന് ചാർജ് ഉണ്ടോ? നമ്മളവിടെ ഹെയറും ബലൂണും കണ്ടില്ലേ? ബലൂണ് ചാർജ് ചെയ്തു, ഹെയറിന് അവിടെ ചാർജ് ഉണ്ടോ? ഇല്ല. മനസ്സിലായി? അപ്പം ചാർജ് ഉള്ളത് ചാർജ് ഇല്ലാത്തതിന് എന്ത് സംഭവിക്കുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. ചാർജ്ഡ് പാർട്ടികൾ അല്ലെങ്കിൽ ചാർജ്ഡ് ഒബ്ജക്ട്സ് അൺചാർജ്ഡ് ഒബ്ജക്ട്സിനെ എന്താണ് അട്രാക്ട് ചെയ്യുന്നുണ്ട്.
ക്ലിയർ ആയാലും നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ ആ പേപ്പറിൻ്റെ കേസിലോ അല്ലെങ്കിൽ വാട്ടർ വെള്ളം ഒഴുകി പോകുന്നൊക്കെ കണ്ടല്ലോ. അപ്പോൾ ആ കേസിലൊക്കെ നമ്മൾ കണ്ടാണ് അട്രാക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ചാർജഡ് ഒബ്ജക്ട്സ് അട്രാക്റ്റ് ചെയ്യും, അൺചാർജഡ് ഒബ്ജക്ട്സിന് എന്താണ് അട്രാക്റ്റ് ചെയ്യും. ചാർജഡ് ഒബ്ജക്ട്സ് അട്രാക്ട്, അൺചാർജഡ് ഒബ്ജക്ട്സ് എസ് എന്ന് പറയാം അല്ലേ? ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു എക്സ്പെരിമെൻ്റ് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നോക്കുക കേട്ടോ. എന്താണ് തെർമോക്കോൾ കേട്ടോ. ഒരു കുറച്ച് തെർമോക്കോൾ എടുത്തിരിക്കുകയാണ്, ഒരു ട്രെയിൽ വെച്ച് കേട്ടോ. എന്നിട്ട് നമ്മളൊരു അക്രലിക് ഷീറ്റ് എന്ന് പറയും കേട്ടോ. അക്രലിക് ഷീറ്റ് എന്ന് പറയും. അക്രലിക് ഷീറ്റ് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് പോലുള്ള ഇരിക്കുന്നൊരു ഷീറ്റാണ്. അതിനെ നമുക്ക് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചാർജ് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ അക്രലിക് ഷീറ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ അക്രലിക് ഷീറ്റ് നമ്മൾ റബ്ബ് ചെയ്ത വൂളോ അല്ലെങ്കിൽ നമ്മൾ കയ്യോ വെച്ചൊന്ന് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് ചാർജ് കിട്ടും. എന്നിട്ട് അക്രിലിക് ഷീറ്റിൻ്റെ മേളിലേക്ക് തെർമോക്കോളിനെ നമ്മൾ വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അക്രിലിക് ഷീറ്റിൻ്റെ അടുത്തേക്ക് തെർമോക്കോളിനെ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? അത് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. തെർമോക്കോളിന് ചാർജ് ഉണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം അക്രിലിക് ഷീറ്റിലേക്ക് നമ്മൾ റബ്ബ് ചെയ്തപ്പോൾ ചാർജ് വന്നു ഇല്ല, റബ്ബ് ചെയ്തപ്പോൾ ഇതിന് ചാർജ് വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇതിന് തെർമോക്കോളിനവിടെ ചാർജ് ഒന്നുമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് സംഭവിച്ചത്? തെർമോക്കോൾ ഇതിലേക്ക് അട്രാക്ട് ചെയ്യും. അപ്പം ചാർജ്ഡ് ഒബ്ജക്ട്സ് ഹാവ് ആൻ എബിലിറ്റി ടു അട്രാക്ട് ന്യൂട്രൽ ഒബ്ജക്റ്റ് ഇല്ല. ചാർജ് ഇല്ലാത്ത വസ്തുവായിരുന്നു എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ തെർമോക്കോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചാർജ്ഡ് അക്രിലിക് ഷീറ്റിന് ചാർജ് വന്നു. അത് നമ്മൾ ഓൾറെഡി കണ്ടതാണല്ലേ, ബലൂണിൻ്റെ കേസിലൊക്കെ കണ്ടതാണല്ലോ. അപ്പം ചാർജിലുള്ള വസ്തുക്കൾ ചാർജ് ഇല്ലാത്ത വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അട്രാക്ഷനും നമ്മൾ റിപ്പൽഷനും പറഞ്ഞു. അട്രാക്ഷനും റിപ്പൽഷനും പറഞ്ഞു. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ ഒരു ചാർജ് എന്താണ് ഒരു ഒബ്ജക്റ്റിൽ ഒരു ചാർജ് ഉണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത്? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഒരു ഒബ്ജക്റ്റിൽ ചാർജ് ഉണ്ടോ നമ്മൾ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അത് അവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻഡിക്കേഷൻ ടു കൺഫേം ദ ചാർജ് ഓഫ് ആൻ ഒബ്ജക്റ്റ്? If two objects attract each other, can it be confirmed that both are charged? രണ്ട് വസ്തുക്കൾ അട്രാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ട് വസ്തുക്കൾ ഇവിടെ ഒരു വസ്തു ഇരിക്കുന്നത്, ഈ രണ്ട് വസ്തുക്കളും ഇങ്ങനെ അട്രാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പരസ്പരം അട്രാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ ഇങ്ങനെ പരസ്പരം അട്രാക്ഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ രണ്ടും ചാർജ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പം ഇതിനൊരു ചാർജ് ഉണ്ട്, ഈ ഒരു വസ്തുവിനൊരു ചാർജ് ഉണ്ട്, ഇതിന് ചാർജ് ഇല്ല എന്ന് വിചാരിച്ചു. അപ്പം എന്ത് സംഭവിക്കും? അട്രാക്ട് ചെയ്യും. അപ്പം ചാർജറും അൺചാർജഡ് ഒബ്ജക്ട്സും എന്താണ് അവിടെ അട്രാക്ഷനാണ് നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഇനി അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ചാർജ് പ്ലസും നെഗറ്റീവും ആവുകയാണെന്നെങ്കിലും എന്താണ് അവിടെ ഇത് സംഭവിക്കും? അട്രാക്ഷൻ നടക്കും. നിങ്ങളായല്ലോ പറഞ്ഞത്. അപ്പം ഇവിടെ എന്താണ് രണ്ടും ചാർജ് ഉണ്ടോ? ഒന്ന് ഇത് ഈ ഒരു വസ്തുവിന് ചാർജ് ഉണ്ട്, മനസ്സിലായി? ഇതിന് ചാർജ് ഉണ്ട്, ഇത് ന്യൂട്രലാണെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ അട്രാക്ഷൻ നടക്കും. ഈ ഒരു കേസിൽ ഇവിടെ എന്ത് സംഭവിക്കും? അട്രാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അട്രാക്ഷൻ നടക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഈ ഒരു കേസ് ഇത് ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ഇവിടെ ചാർജ് ഇല്ലാത്ത വസ്തുവല്ല. അപ്പൊ രണ്ടും ചാർജ് ഉണ്ട്. ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അട്രാക്ഷൻ നടക്കാം. പക്ഷെ ചാർജ് ഇല്ലാത്തതും ചാർജ് ഉള്ളതും തമ്മിലാണെങ്കിൽ അവിടെ അട്രാക്ഷൻ നടക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതായത് രണ്ട് വസ്തുക്കൾ അട്രാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രണ്ടും ചാർജ് ഉണ്ടോ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? രണ്ട് വസ്തുക്കൾ അട്രാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രണ്ടും ചാർജ് ഉണ്ടോ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇവിടെ ന്യൂട്രൽ ആയിരുന്നു, ഇത് ന്യൂട്രൽ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? അട്രാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഒരെണ്ണത്തിന് ചാർജ് ഉണ്ടോ? ഇല്ല. മനസ്സിലാവുന്നത് പറഞ്ഞു. അതേസമയം റിപ്പൽഷന്റെ കേസ് വരുവാണെങ്കിലോ, റിപ്പൽഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കാം. ഈ രണ്ട് കേസിലല്ലേ ഇവിടെ റിപ്പൽഷൻ നടക്കുന്നത്. അപ്പൊ രണ്ടിനും എന്തായിരിക്കും? ചാർജ് ഉണ്ടല്ലോ. ഇതിനും ചാർജ് ഉണ്ട്, ഇതിനും ചാർജ് ഉണ്ട്, ഇതിനും ചാർജ് ഉണ്ട്, ഇതിനും ചാർജ് ഉണ്ട്. ക്ലിയർ. അപ്പം റിപ്പൽഷൻ ആണ് ഏറ്റവും നല്ല ഷുവർ ആയിട്ടുള്ള ടെസ്റ്റ്. രണ്ട് എന്താണ്? ഒബ്ജക്ട്സിന് ചാർജ് ഉണ്ട് നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ പറ്റുന്ന മെത്തേഡ് ഏതാണ്? റിപ്പൽഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ ടു കൺഫേം ദ ചാർജ് ഓഫ് ടു ഒബ്ജക്ട്സ് ഈസ് നോട്ട് അട്രാക്ഷൻ ബട്ട് റിപ്പൽഷൻ. രണ്ട് വസ്തുക്കൾക്കും ചാർജ് ഉണ്ട് എന്ന് നമുക്ക് ഷുവറായിട്ട് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഏതിലാണ്? റിപ്പൽഷനിലാണ്. അട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചാർജ് ഉള്ളതും ചാർജ് ഇല്ലാത്തതും തമ്മിൽ അട്രാക്ഷൻ നടക്കാം. അപ്പം ചാർജ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ചാർജ് ഇല്ല, ഇതിന് ചാർജ് ഇല്ല. മനസ്സിലായല്ലോ? അതേസമയം റിപ്പൽഷൻ ആവുകയാണെങ്കിൽ റിപ്പൽഷൻ നടക്കുന്ന രണ്ടും എന്താണ്? സെയിം ചാർജസ് ആണ്. അപ്പം ഇതിനും ചാർജ് ഉണ്ട്, ഇതിനും ചാർജ് ഉണ്ട്. അട്രാക്ഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒന്ന് ചാർജ് ഉള്ളതാകാം, ഒന്ന് ന്യൂട്രൽ ആകാം. അപ്പോഴും അട്രാക്ഷൻ നടക്കുന്നുണ്ട്. മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ ടു കൺഫേം ദ ചാർജ് ഓഫ് ടു ഒബ്ജക്ട്സ് അല്ലേ? രണ്ട് ഒബ്ജക്ട്സിനും ചാർജ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്, രണ്ട് വസ്തുക്കൾക്കും ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് മെത്തേഡാണ്?
റിപ്പൽഷൻ മെത്തേഡാണ് നമ്മൾ നോക്കേണ്ടത്. റിപ്പൽഷൻ മെത്തേഡ് എടുക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും 2 വസ്തുക്കൾക്കും ചാർജ് ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പം ഈ ഒരു പോയിന്റിന്റെ മീനിങ് മനസ്സിലായല്ലോ. അത് മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻഡിക്കേറ്റർ ടു കൺഫേം ദ ചാർജ് ഓഫ് 2 ഒബ്ജക്ട്സ് ഏതാണ്? റിപ്പൽഷൻ ആണ്. അപ്പൊ ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ നമ്മൾ പഠിച്ചു റബ്ബ് ചെയ്തപ്പോൾ അല്ലേ, നമ്മൾ എന്താണ് ഇത്രയും കാര്യങ്ങൾ കണ്ടത്? റബ്ബ് ചെയ്യുമ്പോൾ ചാർജസ് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അട്രാക്ട് ചെയ്യുന്നതിന് കാരണം എന്താണ്? ഇലക്ട്രിക് ചാർജ് മൂലമെന്ന് കണ്ടു ഇല്ലേ. ഇലക്ട്രിക് ചാർജ് 2 തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന് പറഞ്ഞു. ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓരോന്നിൻ്റെ ചാർജ് പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രലിൻ്റെ ചാർജ് 0 ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നത്, എങ്ങനെയാണ് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജ് ലഭിക്കും. ഇലക്ട്രോൺസിനെ നേടുവാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുവാണെങ്കിൽ എന്താണ്? അത് നെഗറ്റീവ് ചാർജ് കിട്ടും. അതിൻ്റെ ടേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ ചാർജസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. എന്തൊക്കെയാണ്? ലൈക്ക് ചാർജസ് റിപ്പിൾ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുമെന്നും പഠിച്ചു. ക്ലിയർ ആയല്ലോ? പിന്നെ പറഞ്ഞത് 2 വസ്തുക്കൾക്കും ചാർജ് ഉണ്ടെന്ന് നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്? റിപ്പൽഷൻ ആണ് ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആക്കി പഠിക്കട്ടെ. പറഞ്ഞിരിക്കുന്ന ഓരോന്നും പോയിന്റുകളാണ്. ആ പോയിന്റുകളൊക്കെ മനസ്സിലാക്കി തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക്, നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് ഈ ചാർജസ് അവിടെ നമുക്ക് നേടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആക്കിയിരിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്